തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇടുക്കി ജില്ലയിൽ 3733 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ മുഖ്യ വരണാധികാരി അംഗീകരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ. പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെയാണ്. അതിനുശേഷമാകും തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകൂ. വിമതശല്യം രൂക്ഷമായ മേഖലയിൽ വിമതരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. വിവരങ്ങളുമായി ബിജു വൈശ്യൻപറമ്പിൽ ചേരുന്നുണ്ട്. ബിജു, തെരഞ്ഞെടുപ്പ് ചിത്രം ഇനിയും വ്യക്തമാകേണ്ടതായുണ്ട്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതായി അറിയാൻ കഴിയുന്നു. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ ബിജു? ഷിബിൻ, എന്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്നലെ പൂർത്തിയായത്. ഇടുക്കി ജില്ലയിൽ ആകെ പത്രിക സമർപ്പിച്ചത് 5179 പേരാണ്. അതിൽ വനിതകൾ 2563 പുരുഷന്മാർ 2616 പേരുമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആരും തന്നെ ഇടുക്കി ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ച പത്രികകളുടെ എണ്ണമാണ്. എന്നാൽ ഇതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണമാവട്ടെ, അംഗീകരിച്ച സ്ഥാനാർത്ഥികൾ 3733 പേരാണ്. അപ്പോൾ 5179 എന്നൊരു കണക്ക് വരുന്നത് മുന്നണി സ്ഥാനാർത്ഥികളിൽ പലരും 3 സെറ്റ് പത്രികയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എണ്ണത്തിൽ വ്യത്യാസം വന്നത്. അംഗീകരിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് 3733 പേരാണ്. ഇതിൽ വനിതകൾ 1844 പേരും പുരുഷന്മാർ 1889 പേരുമാണ് ഉള്ളത്. ഇടുക്കിയിൽ ആകെ 125 പത്രികകളാണ് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതിൽ 77 വനിതകളുടെയും 48 പുരുഷന്മാരുടെയും പത്രികകളാണ് ഇന്നലെ തള്ളിയത്. സംസ്ഥാനത്തെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയത് തിരുവനന്തപുരത്താണ്. 527 പത്രികയാണ്. രണ്ടാം സ്ഥാനത്ത് എറണാകുളമാണ്. 348 പത്രികകളാണ് എറണാകുളത്ത് തള്ളിയത്. സംസ്ഥാനത്ത് ആകെ 2261 പത്രികകൾ ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ 98,451 മത്സരാർത്ഥികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിലവിലെ കണക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ അത് പിൻവലിക്കുന്നതോടുകൂടിയേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. 12556 മത്സരാർത്ഥികളുണ്ട്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് വയനാട്ടിലാണ്. 2838 സ്ഥാനാർത്ഥികളാണ്. എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് ആകെ ഒരു ട്രാൻസ്ജെൻഡർ മാത്രമാണ് മത്സരിക്കുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്ക് ഇടുക്കിയിലെ കണക്കിലേക്ക് വീണ്ടും മടങ്ങി വന്നാൽ അപരന്മാരുടെ ശല്യവും വിമതരുടെ ശല്യവുമാണ് ഏറ്റവും കൂടുതൽ നേരിടുന്നത്. അതിൽ അപരന്മാർ ഏറെ ഉള്ളത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ 10ാം വാർഡിലാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥനെതിരെയാണ് അപരന്മാർ 3 പേരാണ് ഉള്ളത്. 2010-15 കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ശ്യാമള വിശ്വനാഥനെതിരെ ഒരു വിമതയാണ് നിന്നത് എങ്കിൽ അതേ സ്ഥാനാർത്ഥി വീണ്ടും ഈ 10ാം വാർഡിലെത്തുമ്പോൾ ഈ പ്രാവശ്യം ഇതേ വാർഡിൽ 3 അപരന്മാരാണ് ഉള്ളത്. KK ശ്യാമള, ശ്യാമള സുരേഷ്, ശ്യാമള രഘു. ഇവരെ കൂടാതെ CPM സ്ഥാനാർത്ഥിയായ ശോഭന വിജയനും അപരന്മാരുണ്ട് എന്നുള്ളതാണ്. അതും 3 പേരാണ്. ശോഭന ദാസ്, ശോഭന ഷൈകുമാർ, ഓമന വിജയൻ എന്നിവരാണ് അവിടെയും അപരന്മാരെ മാറുന്നത്. കൂടാതെ കട്ടപ്പന നഗരസഭയിലും വിമത ശല്യമാണ് ഉള്ളത്. കട്ടപ്പന നഗരസഭയിൽ അപരന്മാരില്ല, വിമതരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. UDFനാണ് കട്ടപ്പനയിൽ ഏറെ വിമതന്മാരുള്ളത്. കട്ടപ്പന നഗരസഭയിൽ 192 പത്രികകളാണ് ആകെ ലഭിച്ചത്. ഇതിൽ ഒരെണ്ണം തള്ളിയതോടുകൂടി 191 പേരാണ് അവശേഷിക്കുന്നത്. നഗരസഭയിലെ 7ാം വാർഡിലേക്ക് പത്രിക സമർപ്പിച്ച BJP സ്ഥാനാർത്ഥി അമൃത പ്രസാദിന്റെ പത്രികയാണ് തള്ളിയത്. സ്ഥാനാർത്ഥിക്ക് 21 വയസ്സ് പൂർത്തിയാകാത്തതാണ് പ്രധാന കാരണം. പാത്തുക്കുടി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കേരള കോൺഗ്രസ് നേതാവായ പ്രദീപ് ജോർജ്, പഞ്ചായത്തിലെ 4ാം വാർഡായ മൂങ്ങാപ്പാറയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ കേരള കോൺഗ്രസിലെ തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചു കരോട്ടിനെതിരെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് നോക്കിയാൽ മറയൂർ പഞ്ചായത്തിലേക്ക് പോവാം. മറയൂർ പഞ്ചായത്തിൽ CPM സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ കണക്കുകൾ നൽകാത്തതിനാലാണ് പത്രിക തള്ളിയത്. പഞ്ചായത്തിലെ 5ാം വാർഡിൽ സെൽവൻ മാർക്കറ്റിന്റെ പത്രികയാണ് തള്ളിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ജില്ലയിലെ മൊത്തത്തിൽ ഏറെ പത്രികകൾ തള്ളപ്പെട്ടു. ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന 3733 സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരി അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും നാളെ വൈകിട്ട് 3 മണി വരെ ഇത് പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായി ചിഹ്നം സംബന്ധിച്ച അപേക്ഷയും നാളെ 3 മണി വരെ സമർപ്പിക്കാവുന്നതാണ്.
ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നെടുങ്കണ്ടത്തെയും കട്ടപ്പനയും തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിമത ശല്യവും അപരന്മാരുടെ ശല്യവും ഏറെ ഉള്ളവരെയൊക്കെ മുന്നണികൾ ബന്ധപ്പെട്ട് പിന്തിരിപ്പിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് ഉള്ളത്. കട്ടപ്പനയിലാണ് ഏറ്റവും വലിയ വിഷയം നേരിടുന്നത്. കട്ടപ്പനയിൽ ഇന്നും നാളെയുമായി ഞാൻ മനസ്സിലാക്കുന്നു സംസ്ഥാന നേതൃത്വം, ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന KPCC ഭാരവാഹികളൊക്കെ ഇന്ന് ജില്ലയിലുണ്ട്. ജില്ലയിൽ ഇടുക്കിയിലും പല മേഖലകളിലായി നിന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ AICC അംഗം ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിലെ അണികൾ പറയുന്നത് അധികാരമോഹം ഒരിക്കലും കോൺഗ്രസിൽ അവസാനിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ കട്ടപ്പന നഗരസഭയാണ്. തൊടുപുഴയിലും സമാനമായി തന്നെയുണ്ട്. പക്ഷേ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്ക് എത്തിയാലും ഈ സ്ഥിതി തന്നെ തുടരുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഒരു പകലും ഈ രാത്രിയും നാളെ ഒരു പകലിന്റെ ഒരു ഉച്ച കഴിയുന്ന സമയം വരെ 3 മണി വരെയുള്ള സമയം കൊണ്ട് തന്നെ ഈ വിമതന്മാരെയും അപരന്മാരെയും പിൻവലിച്ചില്ല എങ്കിൽ മുന്നണികൾ, അത് എല്ലാ മുന്നണിയിലും ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM-നും അപരന്മാരുണ്ട്. അപ്പോൾ അവരെ പിൻവലിച്ചില്ല എങ്കിൽ മുന്നണികളുടെ വിജയ സാധ്യത എന്ന് പറയുന്നതൊക്കെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഒരു കഠിന ശ്രമവും പരിശ്രമവും ഇന്നും നാളെയുമായി നടക്കും. ശരി ബിജു, വിവരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ജില്ലയിൽ 3733 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ മുഖ്യ വരണാധികാരി അംഗീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിൽ. പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെയാണ്. ഇതിനുശേഷമാകും തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകൂ. വിമതശല്യം രൂക്ഷമായ മേഖലയിൽ വിമതരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ.